നിങ്ങളില്ലത്ത് എന്താണ് ഇങ്ങനെ ഒരു ആചാരം? പെണ്ണ് കാണുന്നതിന് മുമ്പ് ചെറുക്കനെ മാത്രം മാറ്റി നിർത്തി. നമ്മുടെ ഇല്ലത്ത് പണ്ട് തൊട്ടുള്ള ഒരു ആചാരം. പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യും? അച്ഛൻ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് കിടക്കുന്നു. എന്ത് പറ്റി? അച്ഛൻ കോമയിലാണോ? അല്ലല്ലല്ല, അച്ഛൻ ഇപ്പൊ ഒരാളെ കോമയിലാക്കിയിട്ട് ജയിലിൽ കിടക്കുന്നു. അയ്യോ, എന്തൊരു സംഭവം? അച്ഛന്റെ പഴയ ഒരാൾ കട്ടുകൊണ്ടുപോയി. അയ്യോ, അച്ഛന്റെ പഴയോ? അയ്യോ അങ്ങനെയല്ല, അച്ഛൻ കഴിച്ചുകൊണ്ടിരുന്ന പഴം ഒരാളെടുത്തോണ്ട് പോയി. അന്ന് അവന്റെ വീട്ടിൽ കയറി. ആ കാര്യം വിട്, നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. പിന്നൊരു കാര്യം, ഇല്ലത്തെ പെൺകുട്ടികൾക്ക് അവരുടെ ചെറുക്കന്മാരുടെ പേര് വെറൈറ്റി ആയിരിക്കണം. എന്റെ പേര് വെറൈറ്റിയാ. ഈ കേരളത്തിൽ തന്നെ 3 പേർക്കുള്ളതാണ് എന്റെ ഒരു ഊഹം. നിങ്ങൾ ആ പേരൊന്നും മുഴിഞ്ഞോട്ടെ. എന്റെ പേര് ആദിത്യൻ. നീയല്ലേ പറഞ്ഞു ഇന്ന് കേരളത്തിൽ 3 പേർക്ക് അങ്ങനത്തെ ഉള്ള പേരുള്ളതെന്ന്? ഞാൻ ഇന്ന് വരുന്നവർക്ക് 25 പേരെ കണ്ടു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പേരൊന്നും ആരും നോക്കൂല. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ ഇനി കുറച്ച് ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കും. പെട്ടെന്ന് ചോദിച്ചു. ഞാൻ മുട്ടിയിരിക്കുകയാണ്. എനിക്ക് ചോദ്യങ്ങളോട് പണ്ടേ ഒരു മുട്ടലാണ്. ഒന്നാമത്തെ ചോദ്യം, വായനോട്ടം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പെണ്ണുങ്ങളെല്ലാം എന്നെയാണ് നോക്കുന്നത്. ഓ, അതിലും കഴിവില്ല. രണ്ടാമത്തെ ചോദ്യം, സിഗരറ്റ് വലിക്കൂ? സിഗരറ്റ് വലി എന്നുമില്ല. ഇന്ന് രാവിലെ വലിച്ചാൽ രാത്രി വലിക്കത്തില്ല, നാളെ രാത്രി വലിച്ചാൽ രാവിലെ വലിക്കത്തില്ല. അങ്ങനെയാണ്. സിഗരറ്റ് വലിക്കുന്നവരെ ഇല്ലത്ത് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, സ്ത്രീധനം എത്ര വേണം? അയ്യോ, സ്ത്രീധനായിട്ടൊന്നും വേണ്ട. ഇല്ലത്തുനിന്ന് ഒരു പെണ്ണിനെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യം. ഒരു സെന്റെങ്കിൽ തരാം. 2 ഫ്ലാറ്റ്, ഒരു ചായക്കട ഇടാനുള്ള സ്ഥലമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്തേന് 2 വർഷമോ? നമ്മൾ ഇല്ലത്തെ കുടുംബക്കാരായിട്ട് എല്ലാം ആലോചിക്കണം. അങ്ങനെ ഏകദേശം 2 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ ശരി, കൂടുതൽ ഇനി നിൽക്കുന്നില്ല. അപ്പൊ ഇതിലും തീരുമാനമായി.